ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണറുടെ സ്വന്തം ഇഷ്ടത്തിന് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചത് അംഗീകരിക്കാനാകില്ല എന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ സംഭവം നിയമപോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒപ്പം ഗവർണറെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM-ഉം LDF-ഉം രംഗത്ത് വരുന്നത്. സർക്കാരിന്റെ പാനലിലെ എല്ലാവരെയും തള്ളിയ ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ നിസ തോമസിനെ നിയമിച്ചത് വലിയ പ്രകോപനമായാണ് CPM കാണുന്നത്. സർക്കാരിന്റെ താൽപര്യത്തിന് കണ്ണൂരിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് ഗവർണറായിരുന്നെങ്കിലും അത് വിവാദമാക്കിയതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു. സർക്കാർ നിർബന്ധിച്ചെന്ന ഗവർണറുടെ തുറന്നു പറച്ചിലാണ് വിവാദം കത്തിച്ചത്. സർക്കാർ ഇടപെട്ടെന്ന് കാട്ടി ആ നിയമനം സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ പുനർനിയമനം സർക്കാർ ആവശ്യപ്പെടാതെ ഗവർണറുടെ താൽപര്യത്തിലായിരുന്നു നടന്നത്. എന്നാൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ പുനർനിയമനം സർക്കാർ ആവശ്യപ്പെടാതെ ഗവർണറുടെ താൽപര്യത്തിലായിരുന്നു. ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ ഗവർണർ തങ്ങളോട് ചെയ്തത് മോഹനൻ കുന്നുമ്മലിന്റെ കാര്യത്തിൽ സർക്കാർ ഗവർണറോട് ചെയ്തില്ല. അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിന് സാങ്കേതിക സർവകലാശാലയിൽ VC-യുടെ ചുമതല ഗവർണർ നൽകിയേക്കുമെന്നാണ് സർക്കാർ കരുതിയത്. ഒപ്പം ഡിജിറ്റലിൽ ഡോക്ടർ MS രാജശ്രീയുടെ നിയമനവും സർക്കാർ പ്രതീക്ഷിച്ചു. രാജശ്രീക്ക് നേരത്തെ KTU VC സ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഗവർണർ സഹതാപം പ്രകടിപ്പിച്ചിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് മറ്റ് VC-മാരെ ഗവർണർ പുറത്താക്കിയപ്പോൾ സജി ഗോപിനാഥിനോട് വിശദീകരണം ചോദിച്ചതല്ലാതെ പുറത്താക്കിയില്ല. ഈ മൃദു സമീപനം ഇവരോട് ഗവർണർ തുടരുമെന്ന് കരുതിയാണ് സർക്കാർ അനുനയം പുറത്തെടുത്തത്. വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ അധ്യാപക സംഘടനകളും ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയതല്ലാതെ മോഹനൻ കുന്നുമ്മലിന്റെ നിയമനത്തെ സർക്കാർ നേരിട്ട് എതിർക്കാതിരുന്നത് ഈ കാരണത്താലാണ്. എന്നാൽ തങ്ങൾ കാണിച്ച മര്യാദ ഗവർണർ തിരിച്ചു കാണിച്ചില്ലെന്ന് സർക്കാർ പറയുന്നു. ഈ സാഹചര്യത്തിൽ കോടതി വഴിയും രാഷ്ട്രീയമായും ഗവർണറെ നേരിട്ടേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേരള സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക VC-യായി ഡോക്ടർ നിസ തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്ന ഗവർണറുടെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. ഈ ആവശ്യത്തിന് ഗവർണർ നൽകിയ ഉപഹർജി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകരുതെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ കോടതിയെ സമീപിച്ചത്. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക VC-യെ നിയമിക്കേണ്ടത് സർക്കാർ ലിസ്റ്റിൽ നിന്നാകണമെന്നായിരുന്നു 2023 ഫെബ്രുവരി 16 ഡിവിഷൻ ബെഞ്ച് വിധി. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സിസ തോമസിനെ തുടരാനും അനുവദിച്ചിരുന്നു.